ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ വെയ്റ്റ് ഗെയിൻ ജേണിയാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു 1 ഇയറിന് മുന്നേ എൻ്റെ ഒരു അപ്പിയറൻസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത്. ഞാൻ ഏകദേശം ഒരു 1 ഇയറിൻ്റെ മുന്നേ എൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 38 കിലോ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം നോക്കുമ്പോൾ എൻ്റെ വെയ്റ്റ് 49 കിലോ ആണ്. അപ്പോൾ അതിന് വളരെ വ്യത്യാസമാണ് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ഞാൻ എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് എനിക്ക് വന്ന മാറ്റത്തിന് കാരണം എന്നൊക്കെയാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. പണ്ടൊക്കെ ഞാൻ കറക്റ്റ് സമയത്തിന് ഫുഡ് കഴിക്കാതെ നടന്നിരുന്ന ഒരാളായിരുന്നു. ഞാൻ രാവിലെ ചിലപ്പോഴേ ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ മിക്കവാറും റൈസ് കഴിക്കും. രാത്രിയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ റൈസ് അല്ല വേറെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു കഴിച്ചു തന്നത്. അപ്പോൾ രാവിലെ ഒന്നും കഴിക്കില്ല, ഉച്ചയ്ക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിക്കും, രാത്രി ഇതുപോലെ വല്ലതും കഴിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പറായിട്ടൊരു ഫുഡിൻ്റെ ചാർട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് സംഭവം മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ആദ്യം തന്നെ. അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതെ കഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ കഴിക്കുക, അതായത് റൈസോ അല്ലെങ്കിൽ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വയറ് ഫില്ലാവുന്ന രീതിയിൽ നമ്മൾ കഴിക്കുക. ഈവനിങ് ആണെന്നുണ്ടെങ്കിൽ അതായത് രാത്രിത്തെ ഭക്ഷണം നമ്മൾ ഒരുപാടൊന്നും കഴിക്കേണ്ട. നമ്മൾ ഉച്ചയ്ക്ക് എത്രയാണ് കഴിച്ചാൽ അതിൻ്റെ ഒരു പകുതി പോർഷനായിട്ട് അങ്ങനെ കഴിച്ചാലും മതി. പിന്നെ റൈസ് യൂസ് ചെയ്യണമെന്നൊന്നുമില്ല, അതിന് പകരം ഇതുപോലെ തന്നെ ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയ എന്തെങ്കിലുമൊക്കെ നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ പിന്നെ അതിന് ഇടയ്ക്ക് ഞാൻ പിന്നെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈവനിങ് ടൈം ആകുമ്പോൾ ഇതുപോലെ തന്നെ ഒരുപാടൊന്നും കഴിക്കേണ്ട, ചെറിയ എന്തെങ്കിലും സ്നാക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക. അപ്പോൾ 3 നേരം എന്നുള്ളത് പിന്നെ 4 നേരമാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അത് 3 നേരം നമ്മൾ ഒരുപാട് ഫുഡ് കഴിക്കാതെ 4 നേരമായിട്ട് ഫുഡ് കഴിച്ചപ്പോഴാണ് എൻ്റെ വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എനിക്കുണ്ടായത് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പല ആൾക്കാരും ഇതുപോലെ തന്നെ എത്ര ഫുഡ് കഴിച്ചാലും മെലിഞ്ഞ് തന്നെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്, അവരേനൊക്കെ എനിക്കറിയാം. അപ്പോൾ അവരൊക്കെ എന്നോട് എന്താണ് കഴിച്ചത് എന്നൊക്കെ ചോദിക്കാറുണ്ട്, എന്താണ് തടി വെക്കാൻ എന്താ ചെയ്തത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ എനിക്ക് എന്താ പറയുക, എന്ത് കഴിച്ചു എന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. അപ്പം ഞാൻ എൻ്റെ ഫുഡിൽ വരുത്തിയ മാറ്റങ്ങളാണ് എനിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ കാരണമായിട്ടുള്ളത്. അപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത് കൂടെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെയിറ്റ് കൂടുതലായി പോകാനും പറ്റില്ലല്ലോ. അപ്പം നമ്മൾ എന്തായാലും എന്ത് ചെയ്യാം, നമ്മൾ വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ വർക്കൗട്ട് നടക്കാൻ ഇറങ്ങുക, അതൊക്കെ ഇതിൻ്റെ കൂടെ ചെയ്യണതാണ് കേട്ടോ. അല്ലാതെ നമ്മൾ വെറും വെയിറ്റ് കൂടിയിട്ട് മാത്രം കാര്യമില്ല. അപ്പം നമ്മൾ എക്സസൈസ് എന്തായാലും ചെയ്യണം, അപ്പോഴാണ് നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതായിരുന്നു ഞാൻ വെയിറ്റ് കൂടാനുള്ള കാരണം. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ശ്രമിച്ച് നോക്കുക. വെയിറ്റ് ഇല്ലാത്ത ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ വെയിറ്റ് കൂടിയതുകൊണ്ട് മാത്രം കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ആരോഗ്യമായിട്ട് ഇരിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ടാറ്റാ, ബൈ.